ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു തേങ്ങാപ്പുട്ടാണ്. അപ്പോൾ ഇതിലെന്താണ് പ്രത്യേകത? ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്തു നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും, നല്ല മയവുമായിരിക്കും. പുട്ട് എന്നും ഒരു വീക്ക്നെസ് ആണ് എല്ലാവർക്കും. ചിലവർക്ക് കറക്റ്റ് ആയിട്ട് വരും, ചിലവർക്ക് ഇതിലും പ്രോബ്ലം തന്നെയാണ്. ഈ ഒരു മെത്തേഡിൽ ഈ തേങ്ങാപ്പുട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. ഓക്കെ, വരൂ കാണാം നമുക്ക് തേങ്ങാപ്പുട്ട്. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കമ്മ്യൂണിറ്റി പേജിൽ വിഷ് ചെയ്ത എല്ലാവർക്കും, സ്റ്റേറ്റസിൽ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതെ, ഇന്ന് അമ്മക്കിളിയുടെ പിറന്നാളായിരുന്നു. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് എല്ലാവരും വിഷ് ചെയ്തത്. താങ്ക് യു. തൊണ്ടയൊക്കെ ഇടറിയിരിക്കുകയാണ്, ഭയങ്കര ഇമോഷണലായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊള്ളാക്കുന്നില്ല, അത്രയ്ക്ക് ഇമോഷണലായിട്ടിരിക്കുകയാണ്. അത് ഏതൊരു പെമ്മക്കൾക്കും എൻ്റെ ഈ ഇമോഷൻ എന്താണെന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കൂടുതൽ കൊള്ളാക്കുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ വീണ്ടും എൻ്റെ അമ്മക്കിളിക്ക് ഒരുപാട് ആയിരം പിറന്നാൾ ദിന ആശംസകൾ. ഓക്കെ, താങ്ക് യു അമ്മ ഫോർ എവ്രിതിങ്. താങ്ക് യു. അപ്പോൾ നമുക്ക് തേങ്ങാപ്പുട്ടുണ്ടാക്കാം. പുട്ടുപൊടി നമുക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ. ഉപ്പ്, ഈ പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണല്ലോ. ഓക്കെ, ഇനി തേങ്ങ കുറച്ച് ചെറിയ ഇതായിരിക്കണം. ഒരുപാട് വലുതായിട്ടാണെങ്കിൽ ഒന്ന് മിക്സിയിൽ തിരിച്ചോളിൻ. എനിക്ക് കിട്ടിയത് ഇത്തിരി ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് എടുക്കണു. ഇപ്പം നമുക്ക് നല്ലോണം ഇടണട്ടുള്ളൂ. തേങ്ങാപ്പുട്ടാണ്, അതുകൊണ്ട് നോ കോംപ്രമൈസ്. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് തേങ്ങ ആയിട്ടുണ്ട്. 1.5 തേങ്ങ, മറ്റേതിൽ അര ഉണ്ടായുള്ളൂ. ആദ്യം നമുക്ക് യോജിപ്പിക്കാം. ഈ തേങ്ങയുടെ വെള്ളം തന്നെ, ഉള്ളിലത്തെ ആ ഒരു മോയ്സ്ചർ തന്നെ മതി. ആദ്യം നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങളൊക്കെ ഒരുപാട് ചെയ്യണ്ടാവൂലേ തേങ്ങാപ്പുട്ട്? അറിയാത്തവർക്ക് വേണ്ടി തരികയാണ് കേട്ടോളൂ. ചിലവരിതിൽ മഞ്ഞപ്പൊടി ഇടും, എനിക്കിഷ്ടമല്ല. ഓക്കെ, ഇപ്പോൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയും പുട്ടിൻ്റെ പൊടിയും ഏകദേശം ഒരേപോലെ എല്ലാവിടെയും ഇപ്പോൾ തേങ്ങയുടെ അംശമുണ്ട്. ഓക്കെ, ഇനി തരിപ്പിടിച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും. തരിപ്പിടിക്കാൻ നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇവിടെ കലക്കി വെച്ച 1-ാം പാലാണ്. ഇനി നമുക്ക് തരിപ്പിടിക്കാം. കടകുടവൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ സ്പൂണിൽ തെളിക്കുക. ഓക്കെ, വീണ്ടും ഇങ്ങനെ പോയാൽ മതി. പുട്ടിന് തരിപ്പിടിക്കണ പോലെ തന്നെ, പക്ഷെ തേങ്ങാപ്പാലിലാണ്. സ്പൂണിൽ കുറച്ചായിട്ട് ചെയ്യണമെന്ന് മാത്രം. പിന്നെ വലിയ കട്ടകൾ വേണ്ട. നന്നായിട്ട് കുഴച്ച് എടുക്കുക.
എല്ലാവിടെയും തേങ്ങാപ്പാലിൻ്റെ അംശം ആവട്ടെ. ഇതാ കറക്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. പുട്ടിന് തരി പിടിച്ചിട്ടുണ്ട്, അറിയാലോ. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് വയ്ക്കാം. ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലാണ് വെക്കണത്. നിങ്ങൾ ഏതിൽ വേണമെങ്കിലും വെച്ചോളൂ. ലാസ്റ്റിൽ അവിടെ കുക്കറിൽ കൂട്ടാനായിക്കൊണ്ടിരിക്കുക. ഓക്കെ, തേങ്ങ വെച്ചു. ഇനി അടയ്ക്കാം. എന്നിട്ട് ആസ് യൂഷ്വൽ പുട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പുട്ടിട്ട് വയ്ക്കാം. ഇതിൽ ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മുകളിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ സ്റ്റീം വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ കൂട്ടാൻ കൂടി വേണ്ട കേട്ടോ. നെയ്യും പഞ്ചസാരയും തന്നെ ധാരാളം. ഇനി ഇതാവട്ടെ. ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങാപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ വയ്ക്കട്ടെ. എനിക്കും കണ്ണേട്ടനും നീളത്തിലുള്ള പുട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്, സാധാരണ പോലെ. പിള്ളേർക്ക് മാത്രം ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയത്. അവർക്ക് എന്തോ ഇത് ഇഷ്ടമല്ല. അപ്പോൾ റെഡിയായി. ഇനി കണ്ണേട്ടൻ സ്പെഷ്യൽ മുട്ടക്കറി നമുക്ക് വിളമ്പാം. ഓക്കേ, നല്ല കിടുക്കാച്ചി മുട്ടക്കറി. ഇത് വീട്ടിൽ സൂപ്പർ ഹിറ്റാണ് മക്കളെ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എൻ്റെ കിച്ചാപ്പു വെറുതെയും കഴിക്കും. ഓക്കെ, ഇനി കഴിക്കാം. അപ്പോൾ കഴിക്കാം. തേങ്ങാപ്പുട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ മണാണ്. കണ്ണേട്ടൻ സ്പെഷ്യൽ, ഞങ്ങളുടെ വീട്ടിലെ സൂപ്പർ ഹിറ്റായിട്ടുള്ള കണ്ണേട്ടൻ്റെ സ്പെഷ്യൽ മുട്ടക്കറി. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കണ്ണേട്ടൻ ആ റെസിപ്പി ചെയ്ത് കഴിഞ്ഞതാണ്, കണ്ടോളൂ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുളിപ്പിക്കുക. നല്ല ചൂടോടെ. പുട്ടാണോ ചൂട്, മുട്ടക്കറിയാണോ ചൂട്, തേങ്ങാപ്പാലിൻ്റെ മണമാണോ വരണത്? ഒരറ്റത്തുനിന്ന് കുറച്ച് കുറച്ച് എടുത്ത് കഴിക്കാം ചൂടോടെ. സോഫ്റ്റാണ്. ആ തേങ്ങ ഓരോന്നും കിടക്കണതിൻ്റെ രുചി. തേങ്ങാപ്പാൽ എന്ത് കറി വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. രസം. ഇന്ന് ഞങ്ങൾക്ക് ലഞ്ചിനാണ് പുട്ട്. ഒരു വെറൈറ്റി. അടിപൊളി. അപ്പം ഞാൻ കഴിക്കട്ടെ. നിങ്ങളും ഇതേ മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. Till then, take care and bye-bye.
Vinny's Kitchen.